എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനുവേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുള്ള ഈ ചട്ടി ഒന്ന് കത്തിക്കാം. എന്നിട്ട് ഈ ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 6 പൊറ്റ് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇടാം. ഇനി ഇതൊക്കെ ഒന്ന് വാടുമ്പോൾ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. അപ്പോൾ ഈ സവാള ഒന്ന് വേഗം വാടി കിട്ടും. സവാള വാടിയിട്ടുണ്ട്, ഇത്ര വാടിയാൽ മതി. ഇനി അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇനി ഇതിൻ്റെ ഈ പച്ചക്കുത്തൊന്ന് പോണ വരെ ഒന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നത് ചിക്കൻ്റെ കുറച്ച് എല്ലില്ലാത്ത കഷ്ണങ്ങളെടുത്ത് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതിന് ശേഷം അത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇത് ഈ മസാലയിലേക്ക് ഇടാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വലിച്ചെടുക്കാം. ഇതിൽ ഉപ്പുണ്ടോ നോക്കാം, പോരങ്ങിടാം. ഇതിലേക്കൊരു സ്വല്പം കൂടി ഉപ്പിടുന്നുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെയുള്ള ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കണം. ഇത് ഞാൻ ഈ പ്രസ്സിൽ വെച്ചാണ് പരത്തിയെടുക്കണം. ഇതിൽ പറ്റാൻ കുറച്ച് വെളിച്ചെണ്ണ, ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇല്ലേ, അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മടക്കിയെടുക്കണം. മടക്കിയെടുക്കാം. ഇനി ഇത് ഫോർക്ക് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. നല്ലപോലെ പ്രസ് ചെയ്തില്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ഒക്കെ പൊട്ടി ഇതിൻ്റെ ഉള്ളിലത്തേക്ക് പുറത്തേ ആടും. ഇതേപോലെ എടുക്കാം അല്ലാതെ. ഉപ്പ് കൂട്ടിയിടാം. ഇത് ഈ മുട്ടയിൽ മുക്കി
ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് വറുത്തെടുക്കാം. ഇതൊന്നും ചെയ്യാണ്ട് വെറുതെ വറുത്തെടുക്കാം. ചട്ടി ചൂടായതിൻ്റെ ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നോരോന്നായിട്ടിട്ടു. ഇത് ബ്രെഡ് പൊടിയിൽ മുക്കാണ്ട് വറുത്തിട്ടുള്ളതാണ്. ബ്രെഡ് പൊടിയിൽ മുക്കി വറുത്തത്. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്.